ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഇന്ന് ഞാൻ എന്താ പറയുക, എൻ്റെ ബ്രദറിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ എന്തായാലും 2-3 ദിവസം അടുക്കള എൻ്റെ കയ്യിലാണ്. അപ്പോൾ ഉമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ടാണ്. യെസ്, ആ കയ്യിലല്ല, എൻ്റെ കയ്യിൽ. എൻ്റെ ബ്രദറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റാണ് മസാല ദോശ അതിന് കൂടുതലുള്ള വെള്ള ചട്നി, ചോപ്പ് ചട്നി. അപ്പോൾ കുറച്ചധികം സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാനുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7 മണി ആവാനാവുന്നുണ്ട്. അവനപ്പോൾ ഓഫീസിൽ പോകാൻ 9 മണി സമയത്താണ്. അപ്പോൾ അത്രയും സമയം നമുക്കുണ്ട്, അതിനുള്ളിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും പെട്ടെന്ന് കാര്യങ്ങൾ റെഡിയാക്കി വെക്കാൻ പറഞ്ഞിട്ട് കുറച്ച് നേരത്തെ തന്നെ എണീച്ചതാണ്. പിന്നെ ഇവിടെ കുറേ ആൾക്കാരുണ്ട്, അപ്പോൾ നമുക്ക് കുറച്ചധികം തന്നെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ ഫുഡൊക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങൾ കാണാം. ദോശയ്ക്കുള്ള മാവ് നമ്മളിത് അവിടെ നിന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിന് എടുത്തിട്ടുള്ളത് 2 ഇത് പാലല്ല, അത് ദോശമാവാണ്. 2 ഗ്ലാസ് പച്ചരി, 1 ഗ്ലാസ് ഉഴുന്ന്, ചെറിയ ഗ്ലാസ്സിന് ഉഴുന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ചധികം ആൾക്കാരുള്ളത് കൊണ്ട് ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്കിതൊന്നും കഴിക്കാൻ പറ്റില്ല, ഞാൻ ഡയറ്റിലായതുകൊണ്ട്. ഇത് ചോപ്പ് ചട്നിക്കുള്ള തക്കാളി, ഉള്ളി ആണ്. ഈ ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാനെപ്പോഴും ചെയ്യാറുള്ളത്. ഇതിൽ ഉണക്കമുളക് ചുട്ടിട്ട് അതുപോലെ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് കുടിക്കാനുള്ള വെള്ളം ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കുടിച്ചാൽ ഇന്നത്തെ ആ ഒരു അത് കംപ്ലീറ്റ് ആവുമല്ലോ. അപ്പോൾ വെയിറ്റ് ലോസിൻ്റെയും മറ്റ് കാര്യങ്ങൾ അപ്ഡേറ്റൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ചോപ്പ് ചട്നിക്കൊപ്പം ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഗ്യാസ് ഒരെണ്ണം കേടായതുകൊണ്ട് നമുക്ക് ഓരോന്ന് തീർന്നിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഹറിബറി ആയതുകൊണ്ട് എല്ലാം എനിക്ക് വീഡിയോയിലൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ പറ്റിയതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിൽ കുറച്ച് ദോശ ഇപ്പോൾ ചുട്ട് വെച്ചിട്ടുണ്ട്. ഷാനുവിന് കൊടുക്കാൻ, അതുപോലെ ഉമ്മയ്ക്ക് കഴിക്കണമെങ്കിലെന്ന് വെച്ചിട്ട് കുറച്ച് ദോശ ചുട്ട് വെച്ചതാണ്. ഇനി ഇക്കാക്കുള്ള ദോശ എണീച്ചിട്ട് മാത്രമേ ചൂടുള്ളൂ. അപ്പോൾ ചൂടോടെ കഴിക്കുമ്പോഴല്ലേ രസം ഉണ്ടാവുള്ളൂ. പിന്നെ മസാല ദോശയ്ക്കുള്ള മസാല ഇവിടെ എക്സ്ട്രാ ഉള്ളത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ചട്നി ഞാൻ ഈ ഒരു ബോക്സിലാണ് കേട്ടോ ആക്കി വെച്ചത്. ഇവിടെ ഇങ്ങനത്തെ ഒരുപാട് ബോക്സ് ഉണ്ട്. നമ്മളിങ്ങനെ പുറത്തുനിന്നൊക്കെ ഫുഡ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതാണ്. ഒന്നിൽ വെള്ള ചട്നി, ഒന്നിൽ ചോപ്പ് ചട്നി. ഞാൻ കാണിച്ചു തരാം. ഇത് ചോപ്പ് ചട്നിയാണ്. കുറച്ച് തിക്കായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് വെള്ള ചട്നി, ഇത് കുറച്ച് ലൂസായിട്ടാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 7 മണിയൊക്കെ ആവുന്ന സമയത്താണ് ഞാൻ ഈ ഒരു കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഒരു 8:30 മണി, 1-1.5 മണിക്കൂറിൽ നമുക്ക് ഇത്രയും സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ